നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി മത്തിക്കറി ഒരു പ്രത്യേക രീതിയിൽ വെക്കുന്നതാണ്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് 20 കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒരു ലോ ഹീറ്റിലിട്ട് ഒരു 7 മിനിറ്റോളം നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ പൊടികൾ 70% ഡ്രൈ റോസ്റ്റ് ആകുമ്പോഴത്തേക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ പച്ചമണം എല്ലാം മാറി പോകണം. ഇതാണ് ഈ കറിയുടെ നല്ലൊരു ടേസ്റ്റ് തരുന്ന മസാല. ഇനിയും വേണ്ടത് ഒരു തക്കാളി, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 കഷ്ണം പുളി ഇതുപോലെ തന്നെ ഉപ്പുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, ഏകദേശം അരമണിക്കൂറോളം. ആദ്യമേ നമ്മൾക്ക് ഈ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലകൾ ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ അരച്ചെടുത്തു. ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് ആ പുളിവെള്ളമാണ്. പുളിവെള്ളം കൂടെ ചേർത്ത് നല്ല നെയ്യ് പോലെ അരച്ചെടുക്കാം. ഇതാണ് ഈ കറിയുടെ നല്ല രുചി തരുന്ന മസാല. അതിവിടെ റെഡിയായിട്ടുണ്ട്. 1 കിലോ മത്തിയാണ് ഞാൻ ഈ കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ അരച്ച മസാലകൾ, പുളിവെള്ളം, പുളി, പിന്നെ ആ മിക്സി കഴുകി ഒരു 3/4 കപ്പോളം വെള്ളം, ഇതെല്ലാം കൂടെ ഈ ചട്ടിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതായിട്ട് തിളച്ചു വരണം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു മണം ഈ മീൻകറിക്ക് തരുന്നതായിരിക്കും. സാധാരണ മീൻകറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് താളിപ്പൊന്നും ചേർക്കാത്ത പക്ഷേ നല്ല രുചിയുള്ള ഒരു മത്തിക്കറിയാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ മസാലയും വെള്ളവും എല്ലാം കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അധികം വലിയ മത്തി അല്ലാത്തതുകൊണ്ട് അത് ഫുള്ളായിട്ട് തന്നെയാണ് ചേർക്കുന്നത്. അത് ചെറുതായിട്ട് കഷ്ണങ്ങൾ വേണ്ടവർക്ക് ഇത് 2ആയിട്ട് മുറിച്ച് ചേർക്കാം. സാധാരണ നമ്മൾ മത്തി ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊരു ഉളുമ്പ് കാണും. സോപ്പിട്ട് കഴുകിയതിന് ശേഷം വീണ്ടും ഒന്ന് കാപ്പിപ്പൊടി ഇട്ട് കഴുകുക. അല്ല എങ്കിൽ നാരങ്ങ തൊണ്ട് കയ്യിൽ ഉരച്ച് കഴുകുക. നല്ല ആ നാരങ്ങയുടെ മണം നമ്മുടെ കയ്യിലേക്കിരിക്കും. മത്തിയുടെ ആ ഉളുമ്പ് മണം നമ്മുടെ കയ്യിൽ കാണുകയുമില്ല. ഇത് മത്തിയും കൂടെ ഇട്ടതിന് ശേഷം തിള വന്നതിന് ശേഷം 10 മിനിറ്റാണ് മത്തി വേകാനെടുക്കുന്ന സമയം. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഈ മീൻകറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ആ മീൻ കഷ്ണങ്ങൾക്ക് നല്ലൊരു ഉറപ്പ് നൽകുന്നതായിരിക്കും. 10 മിനിറ്റ് വെന്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് ഈ ചട്ടിയിൽ തന്നെ വെക്കാവുന്നതാണ്. ബാക്കി ഈ ചട്ടിയുടെ ചൂടും കൊണ്ട് ഈ കഷ്ണങ്ങൾ വെന്തു വരും. ഇനിയും ഇതിലേക്ക് ചേർക്കുന്നത് നല്ല പച്ച വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കൂടാതെ വീണ്ടും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. ആ ചട്ടിയുടെ ചൂടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അടച്ചു വെക്കുക. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ കറി റെഡിയാകും. ഈ വ്യത്യസ്തമായിട്ടുള്ള മത്തിക്കറി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, ഷൈന തോമസ്. ഉടനെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നതായിരിക്കും.